ഹലോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് PSC, UPSC, SSC എക്സാംസിലൊക്കെ റിപ്പീറ്റായിട്ട് വരുന്ന ജൈനിസം എന്ന ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മതങ്ങളിലൊന്നാണ് ജൈനമതം. ഇത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് വർദ്ധമാന മഹാവീരനാണ്. ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ ഈ വേദിക് ഏജ് റിച്വൽസിനും ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് ജാതി വിവേചനത്തിനൊക്കെ എതിരായിട്ടാണ് ജൈനമതം രൂപം കൊണ്ടത്. മഹാവീരനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ, കുണ്ട ഗ്രാമത്തിൽ സിദ്ധാർത്ഥനും ത്രിശലിക്കും ജനിച്ച പുത്രനാണ് വർദ്ധമാന മഹാവീരൻ. അദ്ദേഹം 42-ാം വയസ്സിലാണ് കേവലജ്ഞാനം, അതായത് പൂർണ്ണജ്ഞാനം നേടിയത്. പാവാപുരിയിലാണ് അദ്ദേഹം മരിച്ചത്. ഈ ജൈനമതത്തിൻ്റെ പ്രധാന ചിഹ്നം ആയിട്ട് അറിയപ്പെടുന്നത് സ്വസ്തികയാണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഏത് വയസ്സിലാണ് കേവലജ്ഞാനം നേടിയത് എന്നതാണ്. അദ്ദേഹം കേവലജ്ഞാനം നേടിയത് 42-ാമത്തെ വയസ്സിലാണ്. അത് ശ്രദ്ധിച്ച് നോക്കി വെക്കണം, കാരണം പല PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീർത്ഥങ്കരാസിനെ കുറിച്ച് നോക്കാം. ഈ തീർത്ഥങ്കരാസ് അല്ലെങ്കിൽ തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മോക്ഷം കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ മറ്റുള്ളവർക്ക് മോക്ഷത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന മഹാന്മാരെയാണ് തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത്. ഈ ജൈനമതത്തിൽ മൊത്തത്തിൽ 24 തീർത്ഥങ്കരന്മാരാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തിൽ തീർത്ഥങ്കരാസ് ഋഷഭനാഥനും, ലാസ്റ്റിലത്തെയും 24-ാമത്തെയും തീർത്ഥങ്കരനാണ് മഹാവീരൻ. മൊത്തത്തിൽ 24 തീർത്ഥങ്കരന്മാരുണ്ട്. പക്ഷേ കൂടുതൽ പരീക്ഷയിൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ഫസ്റ്റിലത്തെയും ലാസ്റ്റിലത്തെയും ആണ്. അത് നോക്കി വെച്ചോളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ജൈനമതത്തിലെ 5 മെയിൻ പ്രിൻസിപ്പൾസ് ആണ്, അഥവാ പഞ്ച മഹാവ്രതാസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ 5 മഹാവ്രതങ്ങൾ. ഫസ്റ്റ് വണ്ണ് അഹിംസയാണ്. അതിന് നമ്മൾ എന്താ പറയുക, നോൺ വയലൻസ്. അഹിംസ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെയും ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തത് സത്യ, ട്രൂത്ത്. എപ്പോഴും സത്യം മാത്രം പറയണം. മൂന്നാമത്തത് ആസ്തേയം. അത് പറഞ്ഞു വെച്ചാൽ നോൺ സ്റ്റീലിംഗ്. നമ്മൾ മറ്റുള്ളവരുടെ സാധനം മോഷ്ടിക്കരുത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. പിന്നെ ബ്രഹ്മചര്യ, നമ്മൾ നിയന്ത്രണത്തോടെയുള്ള ജീവിതം നയിക്കണം. ലാസ്റ്റും 5-ാമത്തെ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപരിഗ്രഹം എന്നാണ്. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ നോൺ പൊസഷൻ എന്നാണ്. നമ്മൾ ആവശ്യത്തിന് മാത്രം വസ്തുക്കൾ ഉപയോഗിക്കണം, അല്ലാണ്ട് നമ്മൾക്ക് ഒരുപാട് അമിതമായിട്ടുള്ള ആഗ്രഹമൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ത്രിരത്നയെ കുറിച്ചാണ്. ഈ ത്രിരത്ന പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് ഈ മോക്ഷം കിട്ടാൻ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ജൈനിസം പറയുന്നത്. ആ 3 കാര്യങ്ങളാണ് ത്രിരത്നകളിൽ പറയുന്നത്. ത്രിരത്നകളിലെ ഫസ്റ്റ് വൺ വന്നിട്ട് സമ്യക് ദർശന, അഥവാ റൈറ്റ് ഫെയ്ത്ത്. നമ്മൾ ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തത് സമ്യക് ജ്ഞാന, റൈറ്റ് നോളജ്, അതായത് നമുക്ക് ശരിയായിട്ടുള്ള അറിവ് വേണം. മൂന്നാമത്തത് സമ്യക് ചരിത്ര, റൈറ്റ് കണ്ടക്റ്റ്, ശരിയായ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ ഇത്ര നേരം ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതനുസരിച്ചിട്ട് അടുത്ത വീഡിയോ ബെറ്റർ ആക്കാൻ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോവാം. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ടീച്ചിങ്സ് ഓഫ് ജൈനിസം, അഥവാ ജൈനമതത്തിൻ്റെ പ്രധാന ഉപദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അഹിംസ. അഹിംസ പറഞ്ഞു വെച്ചാൽ നമ്മൾ വയലൻസ് ഒന്നും ഉണ്ടാക്കരുത്. പിന്നെ നമ്മളുടെ ജീവജാലങ്ങളൊക്കെ ഒരുപോലെയാണെന്ന ചിന്താഗതി നമുക്ക് എപ്പോഴും വേണം. നമ്മൾ അതുപോലെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പിന്നെ നമ്മൾ ലളിതമായിട്ടുള്ള ജീവിതം വേണം നയിക്കാൻ. പിന്നെ ഈ പൂജാ കർമ്മങ്ങൾ അഥവാ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ മൃഗബലിയൊക്കെ നടത്തില്ലേ, അതൊന്നും പാടില്ല എന്നാണ് ജൈനിസം പറയുന്നത്. പിന്നെ കർമ്മിയിലും പുനർജന്മത്തിലും വിശ്വാസം വേണമെന്നും ജൈനിസം പറയുന്നുണ്ട്. ജെയിൻ കൗൺസിൽസ് ആണ് അടുത്ത ടോപ്പിക്ക്. ഈ ജെയിൻ കൗൺസിൽസ് പറഞ്ഞു വെച്ചാൽ സഭകളിനെയാണ് ഈ കൗൺസിൽസ് എന്ന് പറയുക. ഈ ജെയിൻ കൗൺസിൽസിൽ 2
പ്രധാന കൗൺസിൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ജെയിൻ കൗൺസിൽ നടന്നത് പാടലിപുത്രയിലാണ്. സ്ഥൂലഭദ്രൻ്റെ അണ്ടറിലാണ് ഫസ്റ്റ് ജെയിൻ കൗൺസിൽ നടന്നത്. സെക്കൻഡ് ജെയിൻ കൗൺസിൽ നടന്നത് വല്ലഭിയിലാണ്. ഈ സഭയിലാണ് ജൈനമത ഗ്രന്ഥങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടത്. ഇനി അടുത്തത് ജൈനിസത്തിലെ വിഭാഗങ്ങളാണ്. ജൈനിസത്തിലെ മെയിനായിട്ട് 2 വിഭാഗങ്ങളാണുള്ളത്, ദിഗംബരയും ശ്വേതംബരയും. ഈ ദിഗംബരയിൽ സന്യാസിമാരൊന്നും, ഇതിലെ മോങ്സ് എന്ന് പറയുന്നത് സന്യാസിമാരാണ്, സന്യാസിമാരൊന്നും വസ്ത്രങ്ങൾ ധരിക്കാറില്ല അത്രേ. അതേപോലെ സ്ത്രീകൾക്ക് മോക്ഷം കിട്ടില്ലെന്നും അവർ വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്വേതംബരയിലാണെങ്കിൽ സന്യാസിമാരൊക്കെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അതേപോലെ സ്ത്രീകൾക്ക് മോക്ഷം കിട്ടുമെന്നും അവർ വിശ്വസിച്ച് വന്നിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജൈനിസത്തിലെ 2 തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്, ദിഗംബരയും ശ്വേതംബരയും. അതിന് ഡിഫറൻസും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ജെയിൻ ലിറ്ററേച്ചറാണ്, അല്ലെങ്കിൽ ജെയിൻ സാഹിത്യം. ഈ ജെയിൻ ലിറ്ററേച്ചറിൽ സാക്രഡ് ടെക്സ്റ്റ് അഥവാ വിശുദ്ധ ഗ്രന്ഥങ്ങളെ നമ്മൾ ആഗമങ്ങൾ അല്ലെങ്കിൽ ആഗമാസ് എന്നാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് പ്രാകൃത ലാംഗ്വേജസിലാണ് എഴുതി വന്നത്, അഥവാ പ്രാകൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ജൈനിസത്തിനെ കുറിച്ച് ഓവറോൾ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചു വെച്ചാൽ, ജൈനമതത്തിൻ്റെ ആരംഭം പഠിച്ചു, പിന്നെ മഹാവീര ആരാണെന്ന് പഠിച്ചു, പിന്നെ ത്രിരത്നാസ് എന്താണെന്ന് പഠിച്ചു, ജൈനിസത്തിലുള്ള വിഭാഗങ്ങൾ പഠിച്ചു, കൗൺസിൽസ് പഠിച്ചു. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.